ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടം എംഎൽഎയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് പോലീസ്. ഇന്നലെ രാത്രി 10 മണിയോടെ നിലമ്പൂർ വടപ്പുറത്തായിരുന്നു വാഹന പരിശോധന. വാഹനത്തിൽ നിന്ന് പെട്ടി താഴെ ഇറക്കി പരിശോധിച്ചു. പരിശോധന ഏകപക്ഷീയമാണെന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു. ുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിന്റെയും പെട്ടികൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് പരിശോധന, വാഹന പരിശോധന നടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിലമ്പൂരിന്റെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ തന്നെ വീണ്ടും ഒരു പാലക്കാടിലുണ്ടായ സമാനമായ രീതിയിൽ തന്നെ വീണ്ടും ഒരു പെട്ടി പരിശോധനയിലേക്കൊക്കെ കടക്കുന്നുണ്ട്. അതിൽ പാലക്കാട് ഇരയായ വ്യക്തി എന്ന രീതിയിൽ തന്നെ എംഎൽഎ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഈ ഒരു നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലും ഇരുവരുടെയും പെട്ടി പരിശോധിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. നിലമ്പൂരിൽ ഇന്നലെ രാത്രിയാണ് വടക്കുപുറത്ത് ഈ ഒരു പെട്ടി പരിശോധന ഉണ്ടായിരുന്നത്. പ്രചരണം കഴിഞ്ഞ് തിരികെ മടങ്ങിയവരുടെ വാഹനം നിർത്തിയാണ് പെട്ടി പുറത്തെടുത്ത് റോഡിൽ വെച്ച് പരിശോധിക്കുകയുണ്ടായത്. അതിൽ നിന്ന് എന്ത് കിട്ടി എന്നൊരു ചോദ്യം കൂടെ രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നുണ്ട്. പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ വസ്ത്രങ്ങളും മാത്രമാണ് ആ പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത്. എന്ത് കിട്ടി ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ സമയത്ത് ഈ പെട്ടി പരിശോധനയിലൂടെ എന്താണ് ലഭിച്ചത് എന്നൊരു കാര്യം കൂടെ ഇരുവരും എന്തായാലും ചോദിക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. എന്തായാലും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതികരണം ഈ പെട്ടി പരിശോധനയിൽ എന്താണ് എന്നൊരു കാര്യത്തിൽ നിലവിൽ വ്യക്തത വരേണ്ടതുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. മുളച്ചിട്ട് എംഎൽഎ എംപി ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടി ഒന്ന് പരിശോധിച്ചിട്ട് ഉള്ളേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. ആ എം പിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ട് എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ, യുഡിഎഫിന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? പെട്ടി തുറക്കാൻ മനസ്സിലായില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. രേണുക, ഈ ഒരു വാഹന പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് യുഡിഎഫിന്റെ മാത്രം പെട്ടികളാണ് പരിശോധിക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളെല്ലാം പറയുന്നുണ്ട്. തുടരാം. അതേ ദീപ്തി, അത് തന്നെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇയാളെ കണ്ടിട്ട് മനസ്സിലായില്ല. ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഷാഫി പറമ്പിലിനെയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും കണ്ടിട്ട് തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന ഉദ്യോഗസ്ഥൻ പറയുന്നതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. താങ്കൾക്ക് ഇയാളെ കണ്ടിട്ട്, ഷാഫി പറമ്പിലിനെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? എം പി എന്ന നിലയിൽ ഷാഫി പറമ്പിലിനെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് യുഡിഎഫിനോട് മാത്രം ഇങ്ങനൊരു പെട്ടി പരിശോധന? ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബാക്കി പാർട്ടികളും നിലമ്പൂരിൽ സജീവമാണ്. എന്തുകൊണ്ട് അവരിലേക്കൊക്കെ ഇങ്ങനൊരു പെട്ടി പരിശോധന ഇല്ലാതെ യുഡിഎഫിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലങ്ങളിൽ എന്തുകൊണ്ട് യുഡിഎഫിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുന്നു എന്ന രീതിയിലേക്കൊക്കെ മാറുന്നുണ്ട്. തങ്ങളെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. അഭ്യാസം എന്നോട് എടുക്കരുത് എന്നൊരു രീതിയിലേക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തർക്കിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. യുഡിഎഫിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിശോധന എന്നുള്ളൊരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ചോദിക്കുന്നുണ്ട്. തങ്ങളെ കണ്ടിട്ട് തിരിച്ചറിയാൻ തനിക്ക് കഴിഞ്ഞില്ലേ എന്ന ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടം വളരെ ശക്തമായ രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. യുഡിഎഫിനെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ കേന്ദ്രീകരിക്കുന്നു എന്നൊരു ചോദ്യം കൂടെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പാലക്കാടിന് സമാനമായ രീതിയിൽ വീണ്ടും ഒരു പെട്ടി വിവാദം ഉയർത്താനുള്ള ചില നീക്കങ്ങളാണോ, ഇതിന് പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മാത്രമായി തിരഞ്ഞെടുത്തൊരു വഴിയാണോ എന്നൊരു കാര്യങ്ങളിലേക്കൊക്കെ ഈ ചോദ്യം മാറുന്നുണ്ട്. എന്തായാലും ഇടതുപക്ഷത്തിന്റെ സമീപനം ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും എന്നൊരു കാര്യമുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷം എടുത്ത തീരുമാനം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ആ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സ്വീകരിച്ചത്. അതിന് സമാനമായ രീതിയിൽ ഇനി 5 ദിവസം വോട്ടെണ്ണലുള്ള ഇനി 5 ദിവസങ്ങൾക്ക് പാലക്കാടിന് സമാനമായ രീതിയിൽ ഇതിനെയും ഇടതുപക്ഷം സ്വീകരിക്കുമെന്നൊരു കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥർ എന്തിനാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പരിശോധന നടത്തിയതെന്നൊരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്തായാലും KPCC അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിൽ എന്തായാലും ഒരു യോഗം ചേരൽ ഉറപ്പായും ഇതിനെതിരെ ഉണ്ടാകും. എന്തായാലും ഇതിനെതിരെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ദീപ്തി. രേണുക, നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടം എംഎൽഎയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച പോലീസ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നിലമ്പൂരിൽ
വടപ്പുറത്ത് വാഹന പരിശോധന നടന്നത്. വാഹനത്തിൽ നിന്ന് പെട്ടിയടക്കം താഴെ ഇറക്കിയായിരുന്നു പരിശോധന. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.